യഹോവയേ തിരു ശരണമെൻ്റെ ശരണം നീതിയാം യഹോവയേ തിരു ശരണമെൻ്റെ ശരണം. ആമേൻ. ദൈവസന്നിധിയിലെ ആമേൻ. പകൽക്കാലത്ത് നമുക്ക് ഒരുമിച്ച് സഭയായി കടന്നു വരുവാനുള്ള ഭാഗ്യം കർത്താവ് നൽകി. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം കർത്താവ് നമ്മെ ഓരോരുത്തരെയും നടത്തി നമുക്ക് വേണ്ടുന്ന അതൊക്കെ കർത്താവ് നൽകി. അന്യവസ്ത്രാദി നന്മകളെ വിടുതലുകളെയൊക്കെ കർത്താവ് പകർന്നു. എല്ലാത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലത്തിൽ പിന്നെയും നമുക്ക് ഒരുമിച്ച് ദൈവങ്ങളെ കാണുവാൻ ആമേൻ. ആമേൻ. സ്തോത്ര. ദൈവജനം വായിക്കുന്നത് പ്രകാരം പറയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് പാർക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. അഗരോൻ്റെ താടി പോലെ ഹെർമോൻ്റെ മഞ്ഞ് പോലെ അവിടെയല്ലോ ദൈവിക സമാധാനം അധിവസിക്കുന്നതെന്ന്. ഈ കൂട്ടായ്മയെ ഓർത്ത് കൂടിവരവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഇത് ശുഭമാണ് നമ്മുടെ ഈ വരവ്. ആമേൻ. ഈ കൂടിവരവ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നമ്മൾ കൂടി വന്നിരിക്കുകയാണ്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. അതിനോട് ചേർന്ന് സാക്ഷി പറയാനുള്ള ഭാഗ്യത്തെ കർത്താവ് നൽകി. ആമേൻ. ജീവനുള്ളവരുടെ ദേശത്ത് ഭക്തൻ പറഞ്ഞ ഞാൻ ജീവനുള്ളവരുടെ ദേശത്തിൻ്റെ സാക്ഷിയായി നിൽക്കും. ആമേൻ. പകൽക്കാലത്തിൽ സാക്ഷി പറഞ്ഞവരെയും പിന്നെയും സാക്ഷി ആയി തീരേണ്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഓരോരുത്തരുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളെ കുറിച്ചുള്ള ആമേൻ ആവലാദികളൊക്കെ ആമേൻ ദൈവങ്ങൾ ഓരോരുത്തർ എണ്ണി പറയുവാനിടയിൽ തീർന്നു. ദാവീദ് ഭക്തൻ പറഞ്ഞതുപോലെ ആമേൻ. ദാവീദ് ഭക്തൻ പറഞ്ഞത്, ഞാൻ എൻ്റെ സങ്കടങ്ങളെ ഞാൻ എൻ്റെ കർത്താവിനോട് ഏങ്ങി പറയും, എണ്ണി പറയും. പ്രൈസലോ. ഇത് പകൽക്കാലത്തിൽ അവൻ ഹൃദയഞെരുക്കത്തോടെ, നുറുക്കത്തോടെ, ഭാരത്തോടെ, സങ്കടത്തോടെ, അവൻ കണ്ണുനീരോടെ അമേൻ സാക്ഷി പറഞ്ഞ മക്കളെ മുഴുവനുമായി കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന്, അവരെ വിടുവിച്ച് നന്മയിലേക്ക് കർത്താവ് നടത്തേണ്ടതിന്, ഹല്ലേലൂയ, നമ്മുടെ ഇടയനാകുന്ന കർത്താവ് ആമേൻ നമ്മുടെ കൂടെ ഉള്ളതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പാ ഇന്ന് പകൽക്കാലത്തിൽ എൻ്റെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണപ്പാ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലത്തിൽ സാക്ഷി പറഞ്ഞ മുഴുവൻ പേരെയും പറയേണ്ട ആമേൻ സാക്ഷിയായി തീരേണ്ടവരെയും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ നാളുകളിൽ ഞങ്ങളെ ആമേൻ സാക്ഷ്യമുള്ളവരായി നിർത്തേണം കർത്താവേ. ആമേൻ. നന്മയുടെ സാക്ഷ്യങ്ങൾ, വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ കർത്താവ് നമ്മളെ ശേഷം നിർത്തിയിരിക്കുന്നതിനെ കുറിച്ച് ഹല്ലേലൂയ കർത്താവിൽ നിന്ന് പ്രാപിച്ചിരുന്ന സന്തോഷ സമാധാനത്തെ ഓർത്തൊക്കെ സാക്ഷികളെ പറയുവാൻ ഓരോരുത്തരെയും പ്രാപ്തരാക്കി തീർക്കണമേ. എല്ലാവരെയും ഏൽപ്പിച്ചു തരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് ഇടപെടണമേ. ഓരോ കുടുംബത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ പലതരത്തിലുള്ള മഴയും കൊടുങ്കാറ്റും അങ്ങനെയുള്ള പ്രതിസന്ധികളാൽ അനേകർ നമുക്ക് കഷ്ടത്തിലായപ്പോഴപ്പോൾ കർത്താവേ തൻ്റെ മക്കളെ അങ്ങ് സൂക്ഷിച്ചുവല്ലോ. അപ്പ അങ്ങയുടെ സന്നിധിയിൽ നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് കാവൽ ചെയ്യണമേ, നടത്തണമേ, എല്ലാ നന്മകളും പകർന്നു കൊടുക്കണമേ. കലത്തിൽ മാവ് കുറയരുതേ, ഭരണിയിലെ എണ്ണ കുറയരുതേ. ആമേൻ. എല്ലാ ക്ഷാമകാലത്തിൽ കർത്താവ് ക്ഷേമമേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏലിയാവിൻ്റെ ദൈവം കൂടെ നടക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെ ആവലാദികൾ മക്കളെ ചൊല്ലി ആമേൻ കർത്താവെ, അവരുടെ കുടുംബത്തെ ചൊല്ലി, ഭാവികളെ ചൊല്ലി, തലമുറകളെ മുഴുവനായി ചൊല്ലി കർത്താവെ, അവൻ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞവർ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നതിനായി നന്ദി കർത്താവെ. അവരുടെ സമയം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് വിട്ടുവയ്ക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. നന്മകളെ കണ്ട് ആമേൻ സന്തോഷിപ്പാനും തുടർന്ന് കർത്താവിനെ അനുഗമിക്കുവാനും എല്ലാവരെയും സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇത്രത്തോളം കർത്താവ് സഹായിച്ചുവല്ലോ. മാനവും മഹത്വവും ഒഴിച്ച് എല്ലാം അങ്ങേക്ക് തരുന്നു. യേശുവെ, നാളെ പ്രത്യേക നാളെ അധ്യയന പുതിയ 2025 വർഷത്തിലെ അധ്യയന വർഷം തുടങ്ങിയാണല്ലോ. അമ്മ കുഞ്ഞുങ്ങളെ മുഴുവനായി കർത്താവ് അനുഗ്രഹിച്ചാൽ നാളെ അമ്മ കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ കടന്നു പോകുവാൻ അമേൻ ഹല്ലേലൂയ അവർ നിർഭയം കടന്നുപോയി അമേൻ മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം. കർത്താവിനെ കാവൽ ചെയ്യണമേ. എല്ലാവരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മാനവത്വം പൊഴിച്ച എല്ലാം അമ്മ യേശുവിൻ്റെ നാമത്തിൽ തന്നെ സന്തോഷമുള്ള ദൈവങ്ങളെ കൂടി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവനെ സ്തുതിക്കുകയാണ്. ആമേൻ. വചനം എന്താ പറഞ്ഞ് ദൈവവചനം പറയുന്നത്? സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്നാണ് അല്ലേ? ക്രൈസ്തലോ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ സഭ എന്ന് പറയുന്നത് നമ്മുടെ പെന്തക്കോസ്ത് സഭയാണല്ലേ. നമ്മുടെ സഭ എന്ന് പറയുന്നത് നേരുള്ളവരുടെ കൂട്ടമാണ്, നേരുള്ളവരുടെ സഭയാണ്. എന്നാൽ ലോകത്തെ നോക്കിയാൽ ലോകം ഹല്ലേലൂയ ആമേൻ ഒരുപാട് വളവും തിരിവൊക്കെ ഉള്ളവരാണ്. കുഴിയും ഹല്ലേലൂയ കുന്നുമൊക്കെ നിറഞ്ഞതാണ് ലോക ആമേൻ ജീവിതം. അതിന് നടുവിൽ അനേകർ അങ്ങനെ കടന്നുപോയ കുഴിയിലും കുന്നിലുമായിട്ടൊക്കെ കയറി ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വളഞ്ഞു തിരിഞ്ഞുമൊക്കെ പലരും മാറി മറിഞ്ഞൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ
ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സന്നിധി നേരെ നിൽക്കുവാൻ പ്രൈസ് ദി ലോർഡ് കർത്താവ് കൃപ നൽകിയെന്ന് പകൽ നമ്മൾ ചെറിയ കൂട്ടമാണെങ്കിൽ തന്നെയും കർത്താവ് പറഞ്ഞു ഭയപ്പെടണ്ടെന്ന് പറഞ്ഞ് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. അതോടുകൂടി ആമേൻ നിങ്ങളെ ഞാൻ സഭയായി സ്വാഗതം പറയുകയാണ്. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന മുഴുവൻ പേര് കർത്താവ് അനുഗ്രഹിക്കും. എല്ലാ ക്ഷാമത്തിലും കർത്താവ് ക്ഷേമമേകും. നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ മുമ്പോട്ട് പോയാൽ മതി. കർത്താവ് നമ്മളെ കരുതിക്കൊള്ളും. കർത്താവ് നമുക്ക് വാതിലുകളെ തുറന്ന് തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മെ വിടുവിക്കും ദൈവമാണ് കർത്താവ്. അതുകൊണ്ട് ഒന്നിനാലും ഭയപ്പെടേണ്ട. ആമേൻ. നമ്മുടെ മുമ്പിൽ കർത്താവ് ഉണ്ടല്ലോ. ആമേൻ. ആമേൻ. പകൽക്കാലത്ത് പിന്നെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ നിങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങളൊക്കെ സന്തോഷമുണ്ടല്ലോ അല്ലേ? നാളെ സ്കൂളിലേക്ക് എത്ര പേര് പോകുന്നുണ്ട്? സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കരവൃത്തിയായിട്ട് നാളെ പോകുന്നവർ നാളെ പോകേണ്ടവർ പ്രീസലോ മുതിർന്നവരും പോകണം. സ്വത്രം ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഓർത്താണ്. ആമേൻ. ശരി നമ്മൾ പ്രായം കൂടി വരുമ്പോൾ മുതിർന്നവർ കുട്ടികളായി മാറുകയാണ്. പ്രൈസലോട് മാറാം. ശരി. അങ്ങനെ ജനിക്കണമെന്നാണ്, അങ്ങനെ ഇരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ മുതിർന്നെന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തിയാണ് നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല. കൈ ഉയർത്തിയതിന് പ്രൈസലോ നമ്മൾ അനുദിനം കർത്താവ് പറയുന്നതാണ് നിങ്ങൾ ശിശുക്കളെ പോലെ തിരിഞ്ഞു വരണമെന്നാണ്. ശിശുക്കളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആമേൻ നിങ്ങൾ സ്തുതിക്കാൻ പറഞ്ഞാൽ അവർ സ്തുതിക്കും. ഒന്ന് ചാടി തുള്ളിക്കളിക്കാൻ ദൈവത്തെ മാത്രം അങ്ങനെ അവർ ചെയ്യും. ഓടാൻ പറഞ്ഞ ഓടി, ചാടാൻ പറഞ്ഞാൽ ചാടും. അപ്പോൾ ദൈവസന്നിധിയിൽ അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാവരും ശിശുക്കളെ പോലെ. നമ്മൾ എത്ര വളർന്നാലും ശിശുക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ വളർന്നിരിക്കാം, പക്ഷേ നമ്മളെ ചുമലിലേറ്റുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മളെ മാറോട് ചേർത്തണച്ച് ആമേൻ നമ്മളെ വഴി നടത്തുന്നൊരു ഇടയനുണ്ട് നമ്മുടെ മുമ്പിൽ. ആ ഇടയൻ്റെ മുമ്പിലാണ് നമ്മൾ ഇടയനിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നമ്മൾ തുടർന്ന് നമുക്ക് അധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ 33-ാം സങ്കീർത്തനം നമ്മൾ വായിപ്പാനിടയിൽ തീർന്നു. അതിൻ്റെ 1-ാമത്തെ വചനവും 5-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുകയാണ്. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ഭക്തൻ ഇപ്രകാരം പറയുകയാണ്, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. അതിന് 33-ാമത്തെ 1-ാമത്തെ സങ്കീർത്തനമാകുന്നു. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. അതിൻ്റെ 5-ാമത്തെ വചനം പറയുന്നത് അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. 1-ാമത് പറയുന്നത് നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്, നീതിമാനായ ദൈവമാണ്. അവൻ നീതി ഇഷ്ടപ്പെടുന്നു. ആയതുകൊണ്ടാണ് ഭക്തൻ നമ്മുടെ ദൈവത്തെ, നീതിമാനായ ദൈവത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഭക്തൻ പറയുന്നതാണ് നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. അതിൻ്റെ 5-ൽ പറയുന്നത് അവൻ നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവ് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. നമ്മൾ എത്ര പേർ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു? ആമേൻ. നമ്മൾ നീതിയും ന്യായവും ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നീതി എന്നാൽ എന്താകുന്നു? ആമേൻ. ആമേൻ. ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവത്തെ അനുഗമിക്കുന്ന, ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കുന്നത് നീതിയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം പറഞ്ഞ ദൈവശബ്ദം കേട്ടനുസരിക്കുന്നത് നീതിയാണ്. അബ്രഹാം ദൈവം പറഞ്ഞ വാക്ക് കേട്ടനുസരിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി അവൻ കണക്കിട്ടു. ആമേൻ. എന്ന് നമ്മൾ പൂർവികന്മാരുടെ കാലം മുതൽ ഉള്ള ദൈവവചനത്തിൽ അബ്രഹാമിൻ്റെ നീതിയാണ് പുനരുത്ഥാനത്തിലെ 2-ാമത്തെ ദൈവിക നീതി. ഹല്ലേലൂയ. ആദ്യം ഒരു നീതി ഉണ്ടായിരുന്നു. ന്യായപ്രമാണ നിവൃത്തി നീതിയായിരുന്നു. ആ ന്യായപ്രമാണ നിവൃത്തി ആരും നിവർത്തിക്കാത്തത് കൊണ്ട് ആ നീതിയെ മാറ്റി പിന്നെ വിശ്വാസ പ്രമാണ പ്രകാരമുള്ള നീതിയെ ദൈവം കർത്താവ് കൊണ്ടുവരേണ്ടി തീർന്നു. ആ വിശ്വാസ പ്രമാണ പ്രകാരമുള്ള നീതിമാന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ന്യായപ്രമാണ പ്രകാരം ആണെങ്കിൽ ആരും നീതിമാന്മാർ ഇല്ലെന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവം പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ
ദൈവം സ്വർഗത്തിൽ നിന്നും താഴോട്ട് നോക്കണം, മനുഷ്യപുത്രന്മാരെയൊക്കെയും നോക്കുന്നു, ആരെയും കാണുന്നില്ല, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു എന്നാണ് ദൈവം ആദിയിലെ ദൈവം നോക്കിയപ്പോൾ, മനുഷ്യപുത്രന്മാരെ നോക്കിയപ്പോൾ കാണുവാനിടയായ കാര്യം. ന്യായപ്രമാണ പ്രകാരം ആരും നീതിമാന്മാരല്ല. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസ പ്രമാണ പ്രകാരം നമ്മളൊക്കെ നീതിമാന്മാരാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ നീതിമാന്മാരാണെന്ന്? നമ്മുടെ ദൈവം നീതിമാനാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ വേണ്ടി അവൻ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മെ നടത്തുകയാണ്. അവനാണ് നമ്മളെ നടത്തുന്നത്, മനുഷ്യനല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ വഴിയിൽ മനുഷ്യരുടെ നീതിയെ നോക്കിയാലും നമുക്ക് മുന്നോട്ട് സാധിക്കത്തില്ല. ആമേൻ. പലപ്പോഴായി ആമേൻ ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ നോക്കിയാൽ നമുക്ക് മുൻപോട്ടിനിടയിൽ തീരും. ഹല്ലേലൂയ. ഒരിക്കൽ യേശു ആമേൻ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഇപ്രകാരം പറയുവാനിടയിൽ തീർന്നു. ആമേൻ. പിന്നെയും യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആമേൻ, ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ശാസ്ത്രിമാരുടെയും യേശു പറഞ്ഞ കാര്യമാണ്. ശിഷ്യന്മാരെ നോക്കിയിട്ട് അവൻ തന്നോട് കൂടി അനുഗമിക്കുന്ന ആമേൻ പുരുഷാരത്തെ നോക്കിയിട്ട് യേശു പറഞ്ഞ കാര്യമാണ്. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. അതിന് പറഞ്ഞത് സാരാംശം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പലതരത്തിലുള്ള നീതിയെ ആമേൻ ശാസ്ത്രിമാരും പരീശന്മാരും ഇടിച്ചിരുന്നു എന്ന് ദൈവജനത്തിലൂടെ കാണാൻ കഴിയും. ആമേൻ. അങ്ങനെ പലതരത്തിലുള്ള നീതിമാർഗത്തിലൂടെ ആമേൻ ശാസ്ത്രിമാരും പരീശന്മാരും ഈ ദൈവരാജ്യം നയിച്ചു പോന്നു എന്ന് കാണാൻ കഴിയും. എന്നാൽ ദൈവം എന്ന കർത്താവ് പറയുന്നത് ആമേൻ അവരുടെ ആമേൻ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്ന നീതി. നമ്മുടെ കർത്താവ് നീതിയുള്ള ദൈവമാണ്. അവൻ നീതി ഇഷ്ടപ്പെടുന്നു, കവിയുന്ന നീതിയുള്ളവനാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. എന്നാൽ ശാസ്ത്രിമാരും പരീശന്മാരും പിടിച്ചിരിക്കുന്ന നീതിക്ക് ഉപരിയാണ് ആമേൻ ആമേൻ ദൈവിക നീതി. അത് സകലത്തെയും ആമേൻ തികയുന്ന നീതിയാണ്. സകല നീതിയും തികഞ്ഞു വരുന്ന നീതിയാണ്. ശാസ്ത്രിമാരും പരീശന്മാരും പിടിച്ചിരുന്ന നീതിക്ക് ചിലപ്പോൾ തികവില്ലാത്ത നീതി എന്ന് നമുക്ക് അനുമാനിക്കാം. ദൈവം നോക്കിയപ്പം തികവില്ല, അതിന് പൂർണ്ണതയില്ല. ഹല്ലേലൂയ. എന്നാൽ പൂർണ്ണതയുള്ള നീതിയെ ദൈവം ആഗ്രഹിക്കുന്നു. പൂർണ്ണതയുള്ള നീതി. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും ഇങ്ങനെ പ്രൈസ് ദി ലോർഡ് അങ്ങനെ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഹല്ലേലൂയ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രൈസ് ദി ലോർഡ് ഇവിടെ നമ്മളൊരു വചനം വായിക്കുമ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ ഒരു വചനം ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. ഒരു വചനം ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താണ് ചിന്തിച്ചത്? മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയിൽ. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നശിച്ചു പോകുമെന്ന് പറയാനിടയിൽ തീർന്നു. അത് ദൈവവചനം, ഞാൻ പറഞ്ഞല്ല, ദൈവവചനാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണം എന്ന് ദൈവവചനം ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ പറയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റമാണ് മാനസാന്തരം. ഹല്ലേലൂയ. പഴമയിൽ നിന്ന് പുതുമയിലേക്ക് വരുന്നതാണ്. അല്ലെ, വീഴ്ചയിൽ നിന്ന് ആമേൻ വീഴ്ചയിൽ ഉയർപ്പിലേക്ക്, അല്ലെങ്കിൽ ആമേൻ 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 തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, പഴമയിൽ നിന്ന് പുതുമയിലേക്ക് വരുന്നതാണ് മാനസാന്തരം. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമ്മൾ അനുദിനം കഴുകി വൃത്തിയാക്കിയാണ് നമ്മൾ അനുദിനം മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഴുകലുണ്ട്, എപ്പോഴും കഴുകലുണ്ട്. ഹല്ലേലൂയ. കഴുകാതെ നമുക്കൊന്നും മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. നമ്മുടെ മുമ്പിലുള്ള എന്ത് തന്നെ ആയാലും നമ്മൾ കഴുകി വെടിപ്പാക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ വസ്ത്രം പഴകുമ്പോൾ അതിനെ നമ്മൾ കഴുകി വൃത്തിയാക്കി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിനെ ഉപയോഗിക്കാറില്ല. കഴുകാത്ത വസ്ത്രം, പഴുകാത്തത് ഒന്നിനെയും നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. എല്ലാം കഴുകിയാണ് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. അതേപോലെ നമ്മൾ വസ്ത്രം കഴുകി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കഴുകി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നത് പോലെ നമ്മളെ ഹൃദയങ്ങളെയും ദൈവം നാളുകളിൽ അനുദിനം കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് അതിനെ വെടിപ്പാക്കി നമ്മൾ മുമ്പോട്ട് പോകണം, മാനസാന്തരപ്പെട്ട് മുൻപോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കഴുകലാണ്. നമ്മൾ അനുദിനം നമ്മുടെ ഹൃദയത്തെ കഴുകണം. യേശു നമ്മുടെ ഹൃദയത്തെ അവൻ്റെ രക്തം കൊണ്ട് കഴുകി
ഹല്ലേലൂയ. നമ്മൾ അനുദിനം നമ്മുടെ പാപങ്ങളെ കഴുകി ആമേൻ ശുദ്ധിയോടുകൂടെ നമ്മൾ മുൻപോട്ട് പോകണം. എങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്നുള്ളത് നമുക്ക് പ്രാപിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ യാതൊന്നും സാധിച്ചെടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ അനുദിനം നമ്മളെ കഴുകാതിരുന്നാൽ, നമ്മളെ ശുദ്ധീകരിക്കാതിരുന്നാൽ, നമ്മുടെ വസ്ത്രം കഴുകുന്നത് പോലെ ഹൃദയങ്ങളെ കഴുകാതിരുന്നാൽ, നമ്മൾ ശുദ്ധിയുള്ള യാഗവസ്തുവായി ഇരിക്കാതിരുന്നാൽ ദൈവം നമ്മളെ പ്രസാദിക്കത്തില്ല. ദൈവം നമുക്കൊന്നും തരത്തില്ല. ഒരു നന്മയോ അനുഭവിക്കത്തില്ല. രോഗസൗഖ്യം പ്രാപിക്കത്തില്ല. ഒന്നും നമ്മൾ അനുഭവിക്കില്ല ദൈവത്തിൽ നിന്ന്. നമ്മൾ അനുദിനം ഹല്ലേലൂയ നമ്മൾ മാനസാന്തരപ്പെടണം. മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്നതാണ് ദൈവവചനം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിപ്പാനിടയെ തീർന്നു. ആമേൻ ഹല്ലേലൂയ. യോനയുടെ പുസ്തകത്തിൽ നിന്ന് ചിലതൊക്കെ നമ്മൾ ചിന്തിപ്പാനിടയെത്തി. യോനയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യോനയെ ദൈവം ആമേൻ നിനവേ എന്ന പട്ടണത്തിലേക്ക് അയപ്പാനിടയെ തീർന്നു. അവിടെ 1,00,000 ചില്ലുവാനം പേരെ ദൈവം നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം ആമേൻ പദ്ധതി ഒരുക്കി കഴിഞ്ഞു. ആയതുകൊണ്ട് അവരെ നശിപ്പിക്കും മുമ്പേ മുന്നറിയിപ്പുമായിട്ട് അവിടെ യോനയെ അയക്കുവാനിടെ യോന പ്രവാചകനെ ആദേശത്തെ അയച്ചതായിട്ട് നമ്മൾ ചിന്തിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ യോന ചെന്ന നിനവേ പട്ടണത്തിലെ ദൈവ സന്ദേശം, ദൈവശബ്ദം ആമേൻ പ്രസംഗിച്ചു. ദൈവത്തിന് പറയാനുള്ള 40 ദിവസത്തിനകത്ത് നിനവേ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിനവേ ഉന്മൂലനാശം ദൈവം ചെയ്യുമെന്ന്, നിനവേ പട്ടണത്തെ 1,00,000 ചില്ലുവാനം പേരെ ദൈവം നശിപ്പിക്കുമെന്ന് ആ ദേശത്തോട് ഘോഷിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ ജനവും രാജാവും എല്ലാം ഒന്നടങ്കം കേട്ടനുസരിച്ച് അവരുടെ ദുർമാർഗങ്ങളെയും അവരുടെ ആമേൻ സാഹസങ്ങളെയെല്ലാം വിട്ട് അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവം വരുത്തുമെന്ന് പറഞ്ഞ ഹല്ലേലൂയ അനർത്ഥങ്ങളൊന്നും അവരുടെ മേൽ വരുത്തിയില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ രോഗം, അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ ഭാരം, അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ നിന്ന, അവരുടെ മേൽ വരുത്തുമെന്ന പരിഹാസം, സകലതും അവരെ നശിപ്പിക്കും. നമ്മുടെ ദൈവം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിപ്പിക്കും. ആദിമ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ആമേൻ ഉൽപ്പത്തി നമ്മൾ മുതൽ നോക്കുമ്പോൾ നോഹയുടെ കാലം വരെ മനുഷ്യരുണ്ടായിരുന്നു. ആ നോഹയുടെ കാലം വരെ നോഹയെ ഒഴികെ മറ്റ് എല്ലാവരെയും ആ കാലത്തിൽ ദൈവം നശിപ്പിച്ചു എന്ന് പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. അവിടെ ആ മനുഷ്യരെ നോഹ പ്രസംഗിച്ചു. നോഹയുടെ പ്രസംഗങ്ങളൊന്നും കേൾക്കാതിരുന്നു. ജീവനുള്ള ദൈവം ഉണ്ടെന്ന് അവരാരും ഗ്രഹിക്കാതെയും രുചിക്കാതെയും കർത്താവിനെ ആരാധിക്കാതെയും ലോകപ്രകാരം ജീവിച്ചു പോകുന്നു. ആയതുകൊണ്ട് ദൈവം അവരെ ഒന്നും നോക്കാതെ അവരെ അങ്ങ് നശിപ്പിച്ചു. അവർക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തില്ല. എന്നാൽ നോഹയ്ക്ക് മാത്രം കൃപ ലഭിച്ചു. ഹല്ലേലൂയ. നമ്മളിന്ന് കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നോഹയ്ക്ക് ആ കാലത്തിലെ കൃപ ലഭിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്. എന്നാൽ ആ നശിപ്പിച്ച ലോക ജനത്തിന് കൃപ ലഭിച്ചില്ല. ആമേൻ. ദൈവത്തെ അനുഗമിക്കാത്തവർക്ക് പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്ന ദാനമാണ്. ദാനം ലഭിച്ചില്ല. അവരെ മുഴുവനും നശിപ്പിച്ചു. പിന്നത്തേതിലെ ഹല്ലേലൂയ നമ്മൾ ചിന്തിപ്പാനിടെ തീർന്നത് ഹല്ലേലൂയ ആമേൻ അബ്രഹാമിനോടുകൂടെ ഇറങ്ങി ആമേൻ ദൈവശബ്ദം കേട്ടിറങ്ങിയ ലോത്തിന്റെ പട്ടണമാകുന്ന സോദോമിനെയും ഗോമോറയെയും നശിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആമേൻ. ലോത്ത് പാർത്ത പട്ടണമാകുന്ന സോദോമും ഗോമോറയും. ആ പട്ടണക്കാർ ആമേൻ ലോത്തിൻ്റെ പ്രസംഗമൊന്നും കേട്ടിട്ട് ദൈവശബ്ദമൊന്നും കേട്ടിട്ട് അവരാരും മാനസാന്തരപ്പെട്ടില്ല. അവിടെ ഉള്ളവരൊക്കെ ദുഷ്ടന്മാരെന്ന് കണ്ടിട്ട് സോദോമിനെയും ഗോമോറയെയും ദൈവം നശിപ്പിക്കാനിടയിൽ തീർന്നു. അതൊക്കെ തീ കൊണ്ട് ആദ്യം നോഹയുടെ കാലത്ത് വെള്ളം കൊണ്ട് നശിപ്പിച്ചു. സോദോം ഗോമോറയെ തീ കൊണ്ട് നശിപ്പിക്കാനിടയിൽ. എല്ലാവർക്കും അറിയുന്നുള്ളവരാണ്. നമ്മൾ അനവധി വചനമൊക്കെ കേട്ടും വായിച്ചും ഗ്രഹിച്ചും രുചിച്ചും ഒക്കെ വരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അങ്ങനെ കഴിഞ്ഞ കാലത്തിൽ ആമേൻ നമ്മൾ നോക്കിയാൽ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. ചരിത്രം നമ്മൾ സ്കൂളിൽ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നാഗസാക്കി എന്ന് പറയുന്ന സ്ഥലം നശിപ്പിക്കപ്പെട്ടു. നാഗസാക്കി നമ്മളൊക്കെ ചിന്തിക്കും അമേരിക്ക വന്ന് അവിടെ അണുബോംബ് വർഷിച്ചാണ് ഹല്ലേലൂയ നശിപ്പിച്ചതെന്ന്. അമേരിക്കയിൽ അവിടെ ദൈവത്തിൻ്റെ ന്യായവിധിയാണ് അവിടെ ഇറങ്ങുന്നത്. ദൈവം പറയുന്നത് ദേശത്ത് ഒരു നീതിമാനെങ്കിലും ഒന്നല്ല 5 നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നശിപ്പിക്കത്തില്ല. 5-ൽ താഴ്ന്നു പോയാൽ അവരെ മാറ്റിയിട്ട്
അവർ നശിപ്പിക്കും. സോദോമും ഗോമോറയെ നശിപ്പിച്ചപ്പോൾ ലോത്തിനെ മാത്രം നീതിമാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലോത്തിനെ കുടുംബത്തെ മാറ്റിയിട്ട്, അവനെ നിമിത്തം കുടുംബത്തെ മാറ്റിയിട്ട് അവിടെ നശിപ്പിച്ചു. ഇവിടുന്ന് ആ നാഗസാക്കിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദൈവം പറയുന്നത് ആമേൻ ആമേൻ ഒരുത്തനെങ്കിലും ആമേൻ ദൈവത്തിനുണ്ടെങ്കിൽ, ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ല. ആമേൻ. ഹിരോഷിമയിൽ നാഗസാക്കിയിലും പട്ടണങ്ങളിൽ ദൈവം മറിച്ച് കളയാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഈ കാലത്തിൽ നോക്കിയാൽ ഹല്ലേലൂയ ആമേൻ ഗസ നശിക്കുകയാണ് കേട്ടോ. ഗസയെ കുറിച്ച് എന്താ പറയുന്നത്? നമ്മളെ ആരുടെ നിരൂപണമാണോ ഞങ്ങൾ പറയുന്നത്? ദൈവം പറഞ്ഞിരിക്കുന്ന അരുളപ്പാടാണ്, ഞാൻ ഗസയെ നശിപ്പിക്കും. ഗസയുടെ അരമനയ്ക്കകത്ത് ഞാൻ തീ അയക്കും, അതിൻ്റെ മതിലുകളിനകത്ത് തീ അയക്കും, അതിൻ്റെ അരമനകളെ നശിപ്പിക്കും. അവിടുത്തെ രാജ്യത്ത് നിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം മാനസാന്തരപ്പെടാത്തതുകൊണ്ട്. മാനസാന്തരപ്പെടാതെ ആമേൻ രാജ്യങ്ങളോട് മത്സരിക്കുന്നത് കൊണ്ട്, ജനത്തോട് മത്സരിക്കുന്നുണ്ട്, ദൈവങ്ങളോട് മത്സരിക്കുന്നത് കൊണ്ട്. എല്ലാവരും മാനസാന്തരപ്പെടണം. ഗസയായിരുന്നാലും ഹിരോഷിമയായിരുന്നാലും ഹിന്ദിയായിരുന്നാലും നമ്മൾ ഏവരായിരുന്നാലും അനുദിനം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം നശിപ്പിക്കും. ക്രൈസ്തലോട് നമ്മളൊക്കെ ഇന്ന് ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ദേശത്തിൽ, നമ്മുടെ രാജ്യത്തിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന കുറേ നീതിമാന്മാരും ഉണ്ട്. ആയതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ നശിപ്പിക്കാൻ നിർത്തിയിരിക്കുന്നത്. നേരെ മറിച്ച് കഴിഞ്ഞ കാലത്തിൽ ചൈനയിൽ മഹാമാരി അയച്ച ദൈവം, അവിടെ ഒരുപാട് സമ്പന്നരെ ദൈവം നശിപ്പിച്ചു. അവരെ ആയുധബലമോ അശ്വബലമോ അവരുടെ മരുന്ന് കൊണ്ടോ ഒന്നും തീർന്നില്ല, നശിപ്പിച്ചു. അവര് ദൈവം നാശത്തെ അയക്കുമ്പോൾ ആ കാലത്തിൽ അവരെ എന്താ നോക്കിയത്? അടയാളം തരാൻ പോയി. ചൈനയുടെ വുഹാൻ എന്ന് പറഞ്ഞ പട്ടണത്തിൽ ഹല്ലേലൂയ അവിടെ എവിടെ നിന്നാണ് വൈറസ് വന്നതെന്ന് നോക്കിക്കൊണ്ട് സ്പ്രേ അടിക്കാൻ പോയി അവിടെയൊക്കെ. ഹല്ലേലൂയ. തുടർന്ന് ദൈവം ഭൂതലമാകെ ആ കൊറോണ മഹാമാരി വരുത്തി അനേകരെ സമ്പന്നര് ദൈവം തട്ടി. നമ്മളെയൊക്കെ ദൈവം നിർത്തി. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ കാത്തത്. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അങ്ങനെ ദൈവം മാനസാന്തരപ്പെടാത്ത ഏവരെയും നശിപ്പിക്കാനിടയിൽ തീരും. ഹല്ലേലൂയ. നമുക്ക് ഒരു ചിന്തയിലേക്ക്, ഒരു വചനത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം ഹല്ലേലൂയ 3-ാം അധ്യായം 1-2 വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കഴിഞ്ഞ ആഴ്ച നമ്മൾ യോനയെക്കുറിച്ച് ചിന്തിച്ചു. യോനയുടെ പ്രസംഗം കേട്ട് 1,00,000 ചില്ലുവാനും പേര് രക്ഷപ്പെടുവാനിടയിൽ തീർന്നു. മാനസാന്തരപ്പെട്ട് അതുകൊണ്ട് ആ പട്ടണത്തെ ദൈവം നശിപ്പിച്ചില്ല. ഇന്ന് ദൈവം സംസാരിക്കുന്നത് ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ കൂടെയാണ് ദൈവം കർത്താവ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ ഹല്ലേലൂയ. വായിച്ചാട് 3-1-2 വചനം. 1-2. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. ആമേൻ. യോഹന്നാൻ വന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിന് വഴിയൊരുക്കി കൊണ്ടുവരികയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് പഴയ നിയമപ്രകാരമുള്ള കാലഘട്ടങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിലും കർത്താവിൻ്റെ ശബ്ദം കേട്ട് മാനസാന്തരപ്പെടുത്തോടെ രക്ഷിപ്പാനിടയിൽ തീർന്നു. ഈ കാലഘട്ടത്തിലും ഇവിടെ പാപികളെ രക്ഷിപ്പാൻ വേണ്ടി ലോകത്തിൽ അവതരിച്ച കർത്താവിൻ്റെ വരവിന് മുൻപ് കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിക്കുന്ന കാര്യമാണ് ഈ വായിച്ചത്. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ എല്ലാവരും മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ട യോർദാന്റെ അക്കരെ ഇക്കരെയുള്ള നാട്ടുകാരൊക്കെയും ആ ദൈവശബ്ദം കേട്ടിട്ട് അവരെല്ലാവരും കൂടി ഹല്ലേലൂയ യോർദാങ്കിലേക്ക് വന്നു. അതിൻ്റെ 6 വായിച്ചാലും 3-6. അങ്ങനെ അവിടെ യോർദാന്റെ അക്കരെ ഇക്കരെയുള്ള ആൾക്കാരൊക്കെയും യോഹന്നാന്റെ പ്രസംഗം കേട്ടിട്ട് അന്ന് യെരുശലേം യോഹന്നാന്റെ പ്രസംഗം കേട്ടിട്ട് മാനസാന്തരപ്പെടണമെന്നുള്ള അല്ലെങ്കിൽ ദൈവം നശിപ്പിക്കും ആയതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ള യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ടിട്ട് യെരുശലേമ്യരും യഹൂദ്യ ദേശക്കാരുമൊക്കെയും നഗരയുമുള്ള എല്ലാ നാട്ടുകാരും എല്ലാവരും വന്നു പുറപ്പെട്ട്
ആ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ സ്നാനമേറ്റു. ആമേൻ, ഹല്ലേലൂയ. തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാനിൽ സ്നാനമേറ്റു. എന്തിന്? കഴുകലിന് വേണ്ടി. ഞാനിതാ കഴുകുന്നു, ഞാനിതാ സ്നാനമേൽക്കുന്നു. ഇനിമേൽ ഞാൻ പാപിയല്ല, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നമ്മെ കർത്താവ് ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളെ വിടുവിക്കും, ഞങ്ങളെ നടത്തും. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ പാപമോചനമുണ്ട്. ആമേൻ. ആയതുകൊണ്ട് വിശ്വാസ സ്നാനം, ഹല്ലേലൂയ. യോഹന്നാൻ വന്ന് മാനസാന്തരം, മനസ്സ് പുതുക്കി ഉള്ള സ്നാനം, മനസ്സുകളെ പുതുക്കാൻ പറഞ്ഞ്. പഴമയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു, നിനവേ രാജാവ് പറഞ്ഞത്, നിങ്ങളുടെ ദുർമാർഗങ്ങളും നിങ്ങളുടെ ദുർമാർഗവും സാഹസവും വിട്ടൊഴിയണം. ഇത് രണ്ട് ഹൃദയത്തിലാണ് ഇരിക്കുന്നത്, ഇത് രണ്ടും വിടണമെന്ന് പറഞ്ഞ്. അല്ല, ദൈവം ആരുടെയും പ്രാർത്ഥന കേൾക്കൂല. ആരെങ്ങനെയൊക്കെ തുള്ളിച്ചാടി ആരാധിച്ചാലും കേൾക്കത്തില്ല ഹൃദയത്തിലെ. ആമേൻ. അതേപോലെ ഇവിടെ ആമേൻ മാനസാന്തരം, ഇവിടെ മനസ്സ് പുതുക്കി എല്ലാവരും യോർദാൻ്റെ അക്കരെ ഇക്കരെയുമുള്ള യെരൂശലേമിലൊക്കെ ഓടി വന്ന് യോർദാനിൻ്റെ കരയിൽ വന്ന് യോഹന്നാൻ സ്നാനമേൽക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്നാനമേറ്റു കൊണ്ടിരിക്കുമ്പോഴാകുന്നു അതിൻ്റെ 7 മുതൽ 9 വരെ വായിച്ചത് രാശി. ആമേൻ. അങ്ങനെ പലരും എല്ലാം അങ്ങനെ അനേകർ വന്ന് സ്നാനം പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിലാണ് സദൂക്യരും പരീശരിലും ചിലർ വന്ന് പറഞ്ഞത്, സർപ്പസന്തതികളെ. ആമേൻ. മതി, സ്തോത്രം. അവിടെ വന്നത് യോഹന്നാൻ സ്നാനം പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യോർദാനിൽ. അപ്പോഴാകുന്ന സദൂക്യരിലും പരീശന്മാരിലും പെട്ടവര് ഇങ്ങനെ വരുവാനിടയിൽ തീർന്നു യേശുവിൻ്റെ അവിടെ ആ സ്നാനക്കടവിലേക്ക്. അപ്പോഴാകുന്നു യോഹന്നാൻ വിളിച്ചു പറയുന്നത്, സർപ്പസന്തതികളെ എന്നാണ് വിളിച്ചത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നമ്മളൊക്കെ ഒരു തരത്തില് സർപ്പത്തിന്റെ സന്തതികളാണ്. നമ്മൾ കർത്താവാണ് നമുക്ക് മോചനം നൽകിയത്. ആമേൻ. ആദ്യം മനുഷ്യൻ തുടങ്ങി വഴിതെറ്റിയ കാലത്തിൽ ഉള്ള ഈ ലോകപ്രകാരമുള്ള ജീവിതം നയിക്കുന്നതാണ് നമ്മൾ. എങ്കിൽ തന്നെ കർത്താവ് നമ്മളെ നീതീകരിക്കും, നമ്മളെ നീതിമാന്മാരാക്കി. ഹല്ലേലൂയ. ആമേൻ. സദൂക്യരിലും പരീശന്മാരിലോട് പറയാണ്, സർപ്പസന്തതികളെ. ആമേൻ. സർപ്പസന്തതികളെ എന്ന് പറഞ്ഞാൽ ആരാണ്? സർപ്പസന്തതി എന്ന് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, യോഹന്നാൻ പറഞ്ഞ സാരാംശം എന്ന് പറഞ്ഞാൽ ആദിയിൽ ആദാമിനെ ഔവയെ തെറ്റിച്ചത് സർപ്പമാണ്. സാത്താൻ സർപ്പത്തിലൂടെ കടന്നു വന്നാണ്, ഹല്ലേലൂയ, ആദാമിനെ ഔവയുടെ നന്മകളെ നശിപ്പിച്ചത്. അവരുടെ നല്ല ജീവിതത്തെ, ഏദൻ തോട്ടത്തിൽ ശാശ്വതവാസം നഷ്ടപ്പെടുത്തിയത് ആ സർപ്പമാണ് നശിപ്പിച്ചത്. ഈ കാലത്തിലും ആമേൻ അനേകര് ദൈവസഭകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവമക്കൾക്കുള്ള ശാശ്വത ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ പരീശന്മാരുടെ സദൂക്യരും അനേകരെ നഷ്ടപ്പെടുത്തുമെന്ന് ആമേൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആയതുകൊണ്ടാണ് ഹല്ലേലൂയ യോഹന്നാൻ പറഞ്ഞത് സർപ്പസന്തതികളെ. ആമേൻ. പറയുന്നത്, അടുത്ത് പറയുന്നത്, സർപ്പസന്തതികളെ വരുവാനുള്ള, എന്താ വായിച്ച ദേവസി? വരുവാനുള്ള എന്താ? സർപ്പസന്തതികളെ വായിച്ചാലും അത് വരുവാനുള്ള കോപം, സർപ്പസന്തതിയുടെ മേൽ കോപം വരും. ദൈവത്തിന്റെ കോപം വന്നാൽ സർപ്പസന്തതികളെ നശിപ്പിക്കും. ലോകത്തിന്റെ ഉപദേശങ്ങൾ കേട്ട് നടന്നാൽ, ആമേൻ, ലൗകിക ഉപദേശങ്ങളോ ലൗകിക കൽപ്പനകളൊക്കെ കേട്ട് നടന്നാൽ നമ്മൾ നശിച്ചു പോകും. ദൈവത്തിന്റെ ഉപദേശവും ദൈവത്തിന്റെ കൽപ്പനകളുമാണ് നമ്മൾ കേട്ടനുസരിക്കേണ്ടത്. ഹല്ലേലൂയ. അവന്റെ കൽപ്പന പ്രകാരമാണ് നമ്മൾ സ്നാനമേൽക്കേണ്ടത്, കഴുകൽ പ്രാപിക്കേണ്ടത്. ആമേൻ. പലരും ലോകോപദേശങ്ങൾ പറഞ്ഞ് സഭയോടൊക്കെ പലരും ചേർക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ചേർന്നെന്ന് പറഞ്ഞൊന്നും രക്ഷപ്പെടില്ല. ദൈവം ആമേൻ പറയുന്നതിൽ കേട്ടനുസരിക്കണം നമ്മൾ ഓരോരുത്തരും. ആമേൻ. ഇവിടെ സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചു തന്നത് ആരാണ് നിങ്ങളെ ഉപദേശിക്കുന്നത്? ആമേൻ. ദൈവത്തിന്റെ കോപം വരെയാണ്. ഹല്ലേലൂയ. മാനസാന്തരപ്പെടാത്ത സകലരുടെ മേലും, വലിയവരും ചെറുവരുടെ മേലും, ആമേൻ, നടക്കുന്നവരുടെ മേലും നടത്തിപ്പുകാരുടെ മേലും വരുന്നുണ്ട്. എല്ലാവരുടെ മേലും വരുന്നുണ്ട്.
ഇനത്തെ യഥാർത്ഥ ഗതിയിൽ നടത്തിയില്ലെങ്കിൽ എല്ലാവരെയും ദൈവം ശിക്ഷിക്കും. ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ആദിയിൽ നോക്കിക്കേ, പലരെയും ദൈവം നശിപ്പിച്ചു, ഒന്നും നോക്കിയില്ല. എന്നാൽ മാനസാന്തരപ്പെടാൻ ഇവിടെ അവസരം കൊടുത്തിരിക്കുകയാണ്. ആമേൻ. ഇവിടെ അനേകരെ പലരും പറഞ്ഞ് തെറ്റിക്കുന്നുണ്ട്. ആമേൻ. നിങ്ങൾ ആമേൻ എന്താ വായിച്ചത് അവിടെ? വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോൻ നിങ്ങളെ ഉപദേശിച്ചു തന്നത് ആര്? എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവിടെ ദൈവവചനത്തിലൂടെ ദൈവം എന്ന കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പലതരത്തിലുള്ള ഉപദേശങ്ങളുണ്ട്, പലതരത്തിലുള്ള കൽപ്പനകളുണ്ട്, മാനുഷിക കൽപ്പനകൾ, മാനുഷിക ഉപദേശങ്ങൾ, മാനുഷികമായ നടത്തിപ്പുകളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പലതരത്തിലുള്ള ഉപദേശങ്ങളുടെ നടുവിലാണ് നമ്മളൊക്കെ. ഹല്ലേലൂയ. എന്നാൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് അവിടെ തുടർന്ന് ദിവസം 1-2 വചനങ്ങൾ വായിച്ച വചനത്തിൽ തന്നെ അവിടെ ചില വചനം കൂടി ദൈവം സംസാരിക്കും. അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. യോഹന്നാൻ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞൊന്നുമല്ല കേട്ടോ. അവിടെ വഴിതെറ്റിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് പറയുന്നത് അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. വലിയ സത്യങ്ങളാണ് ഞാൻ നിങ്ങളവിടെ നിന്ന് പറയുന്നത്, പലയിടത്തും പറയാത്ത സത്യങ്ങളാണ്. അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് ദൈവത്തിന് കഴിയും, മതി. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം ആരാണ്? വിശ്വാസികളുടെ പിതാവല്ലേ? ഇന്ന് സഭകളൊക്കെ പിടിച്ചിരിക്കുന്നത് അബ്രഹാം പിതാവിനെയാണ് പിടിച്ചിരിക്കുന്നത്. നമ്മുടെ പിതാവ് ആരാണ്? ദൈവമാണ് നമ്മുടെ പിതാവ്. പിതാവ് അവൻ്റെ പുത്രൻ ക്രിസ്തു. ആമേൻ. നമ്മുടെ പിതാവ് സ്വർഗത്തിലെ ദൈവം, അവനാണ് പിതാവ്. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് ലോകം പിടിച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, ലോകക്കാർ പിടിച്ചിരിക്കുന്നത് അബ്രഹാമിനെ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. അബ്രഹാമിന്റെ വിശ്വാസം നീതി. അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി തീർന്നില്ലേ? ആ നീതി നമ്മൾ അതുവരെയൊക്കെ കേട്ടിരിക്കാൻ സാധ്യതയുള്ളൂ. ആമേൻ. നമ്മുടെ കർത്താവ് പറയണത് അതിനപ്പുറത്തെ നീതിയിലേക്ക് നമ്മൾ കടന്നു പോകണം. ഈ നീതിയാണ് ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഉപദേശിക്കുന്ന നീതി. അബ്രഹാമിന്റെ നീതി, അബ്രഹാം പിതാവിന്റെ നീതി. അബ്രഹാം, ഹല്ലേലൂയ, അബ്രഹാമിനെ പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അബ്രഹാമിന്റെ വിശ്വാസത്തിനും അപ്പുറമാണ് ദൈവിക വിശ്വാസം. അബ്രഹാമിന് മക്കളെ കൊടുക്കുവാൻ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ കൊടുക്കുക ദൈവത്തിന് കഴിയും. അതിനപ്പുറത്ത് ദൈവത്തിൽ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ശാസ്ത്രിമാരുടെ പരീക്ഷന്മാരുടെ നീതി കവിയുന്ന നീതി. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? കവിയുന്ന നീതി അബ്രഹാമിന്റെ നീതിയാണ്. ഹല്ലേലൂയ. ശാസ്ത്രിമാരും പരീക്ഷന്മാരും വെച്ചിരിക്കുന്ന നീതി. പ്രൈസ് ദി ലോർഡ്. അത് കവിയുന്ന നീതിയിലേക്ക് നമ്മൾ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയ. താഴോട്ട് വായിച്ചാലും അത് ഇപ്പോൾ തന്നെ എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിന് കോടാൽ വെച്ചിട്ടുണ്ട്. നല്ല ഫലം കായ്ക്കണം. കായ്ക്കാത്തതിനെ ഇട്ടുകളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു. എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കുവാൻ വരുന്നുണ്ട്. ആമേൻ. ആമേൻ. മതി. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിന്റെ നീതിയെക്കാളും കവിയുന്ന നീതി. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് കവിയുന്ന നീതിമാന്മാരായി തീരണം. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ ഇന്ന് പകൽക്കാലത്ത് ഇവിടെ നമ്മളെ ഉപദേശിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ചില ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ ചില രാജാക്കന്മാർ ചേർന്ന്, അബ്രഹാമിന്റെ കാലത്തിലാണ് ചില രാജാക്കന്മാർ ചേർന്ന് ഹല്ലേലൂയ അബ്രഹാമിനോടുകൂടെ ഇറങ്ങിയ ലോത്തിന്റെ പട്ടണത്തിലേക്ക് യുദ്ധത്തിന് വന്നു. ഉൽപ്പത്തി പുസ്തകം 14 വായിക്കുമ്പോൾ
ഹല്ലേലൂയ. ലോത്തിന്റെ പട്ടണമാകുന്ന സോദോമിലേക്കും ഗോമോറയിലേക്കും വന്ന് അതിനെ യുദ്ധം ചെയ്ത് ഹല്ലേലൂയ അവിടെയുള്ള സ്വത്ത് മൊത്തം കൊള്ളയടിച്ച് അതിനോടുകൂടെ ലോത്തിനെയും കൂടെ പിടിച്ചു കൊണ്ടുപോകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വാർത്ത ലോത്തിനെ പിടിച്ചുകൊണ്ട് ആമേൻ അബ്രഹാമിൻ്റെ സഹോദരനാണ് ലോത്ത്. അപ്പോൾ ലോത്തിനെയും കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും എല്ലാവരെയും സമ്പത്തും എല്ലാം ആമേൻ ചില രാജാക്കന്മാരെ ഒന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. ചില സാരാംശങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇതിനകത്ത്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ ഇത് അബ്രഹാം കേൾക്കുകയാണ്. തൻ്റെ സഹോദരനെ പാർത്തിരുന്ന പട്ടണത്തിൽ ആമേൻ ചില രാജാക്കന്മാർ യുദ്ധത്തിന് വന്ന് അവരെ എല്ലാവരും അപഹരിച്ചു കൊണ്ടുപോകണമെന്ന്. ആമേൻ ഇതറിഞ്ഞ് അബ്രഹാം തന്നെ തൻ്റെ ആമേൻ തൻ്റെ കൂട്ടത്തിലുള്ള യോദ്ധാക്കളെയൊക്കെ ഒരുക്കി ആമേൻ ഒരു യുദ്ധസന്നദ്ധരായി അബ്രഹാം അവരെ പിന്തുടർന്ന് അവരെ ചെന്ന് തോൽപ്പിച്ച് തൻ്റെ സഹോദരനെയും അവരുടെ സ്വത്തുവകയും ഭാര്യമാരെയും മക്കളെ എല്ലാവരെയും തിരിച്ചു മടക്കി കൊണ്ടുവരിടയിൽ തീർന്നു. ഹല്ലേലൂയ. മടക്കി കൊണ്ടുവന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ദൈവജനത്തിലൂടെ കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 19 വരെയുള്ള ചില വചനങ്ങൾ വായിച്ചാട്ട് ദിവസേ അവനെ അനുഗ്രഹിച്ച് അബ്രഹാം ഹല്ലേലൂയ തൻ്റെ സഹോദരനാകുന്ന ലോത്തിനെയും അവരുടെ ആടുമാടുകളെയും സമ്പത്തും ഒക്കെയും അവരുടെ ലോത്തിന്റെ കുടുംബത്തെയൊക്കെയും മടക്കിക്കൊണ്ടുവരികയാണ്. അപ്പൊ അബ്രഹാം ദൈവത്തിൽ ദൈവപുരുഷൻ ചെയ്ത കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി കൊടുത്തതുകൊണ്ട് ഹല്ലേലൂയ ഇവിടെ സോദോം രാജാവും സോദോം രാജ്യത്തിലെ ഹല്ലേലൂയ മൽക്കീസദക്ക് എന്ന രാജാവ് അബ്രഹാമിന് ഹല്ലേലൂയ അപ്പവും വെള്ളവുമായിട്ടൊക്കെ വന്ന് എതിരേറ്റ് വന്ന് ഹല്ലേലൂയ വരുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ അങ്ങനെ യുദ്ധത്തിൽ ഹല്ലേലൂയ ജയം പ്രാപിച്ചു വന്ന അബ്രഹാമിനെ ആണ് എതിരേറ്റ് പോകുന്നത്. ആര്? മൽക്കീസേദക്കും മൽക്കീസേദക്ക് രാജാവ് അപ്പവും വെള്ളവുമായിട്ട് അവരെ എതിരേറ്റുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മടങ്ങി വന്നപ്പോൾ ആമേൻ അബ്രഹാമിനെ ഹല്ലേലൂയ മൽക്കീസേദക്ക് അനുഗ്രഹിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ ആ അനുഗ്രഹ നിമിത്തം അബ്രഹാം മൽക്കീസേദക്കിന് ദശാംശം കൊടുത്തു എന്ന് പറയപ്പെടുകയാണ്. ഞാനൊരു നീതിയെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാനിത് കൊണ്ടുവരുന്നത്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധാപൂർവമായിരുന്നില്ല, ഇത് മനസ്സിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ അബ്രഹാം ദൈവത്തിനല്ല അബ്രഹാം മൽക്കീസേദക്ക് രാജാവിന് സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് പറയപ്പെടുകയാണ്. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ വിവിധ തരത്തിലുള്ള ഉപദേശങ്ങൾ, വിവിധ തരത്തിലുള്ള കൽപ്പനകൾ പ്രൈസ് ദി ലോർഡ് ഒക്കെ ഈ ലോകത്തിൻ്റെ നടുവിലുണ്ട്. ഇന്ന് അനേകരുടെ നടുവിൽ അനേകർ തെറ്റിക്കുന്ന ഉപദേശങ്ങളുണ്ട് കേട്ടോ. സ്തോത്രം. അനേകർ തെറ്റിപ്പോകുന്നുണ്ട്, അനേകർ തെറ്റിച്ച് നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പല സഭകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ ഈ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തുവന്ന് ആമേൻ അറിവില്ലാത്ത ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ച് അനേകർ ലോകത്തിൽ തെറ്റി നടക്കുകയാണ്. അനേകർ അവരുടെ സ്വത്തുകളൊക്കെ നഷ്ടപ്പെട്ട് അറിവില്ലാത്ത ആൾക്കാർ ഇത് കേട്ടിട്ട് തെറ്റി നടക്കുന്ന അനുഭവത്തിൻ്റെ നടുവിൽ എനിക്ക് തന്നെ ഒരുപാട് പേരുണ്ട് പറയാൻ. ഒരുപാട് പേരെ കുറിച്ച്, വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസികളായി തീർന്നവരെ കുറിച്ച് ഒരുപാട് പേര് പറയാനുണ്ട്. ഇന്ന് പള്ളിക്കകത്ത് പോകുന്നില്ല, ഹല്ലേലൂയ ആരാധനയ്ക്ക് പോകുന്നില്ല. ആമേൻ. അവർ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. അബ്രഹാം ആരാണ്? വിശ്വാസിയാണ്, വിശ്വാസികളുടെ പിതാവാണ്. ഈ അബ്രഹാമിനെ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, നിങ്ങൾ അബ്രഹാമിൻ പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. പലരും തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ പിതാവ് അബ്രഹാം, ദൈവമല്ല ഞങ്ങളുടെ പിതാവ്, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്.
ഹല്ലേലൂയ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രം മതി. ദൈവത്തിന്റെ നീതി അതിന് അതീതമാണ്. അബ്രഹാമിന്റെ നീതിക്കും അതീതമാണ് ദൈവത്തിന്റെ നീതി. ഹല്ലേലൂയ. ലോകത്തിനെന്ന് അബ്രഹാമിന്റെ നീതി മതി. പ്രൈസ് ദി ലോർഡ്. അതിനതീതമാകുള്ള നീതിയാണ് ദൈവനീതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആയതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ആമേൻ, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ടെന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുതെന്ന് യോഹന്നാൻ, ആമേൻ, തന്നെ അനുഗമിപ്പാൻ സ്നാനത്തിനായി വന്നവരോട് വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. അവിടെ തുറന്ന് വായിച്ചാൽ ദേവസി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ മതി, വേണ്ട, സ്തോത്രം. ഇവിടെ 2 തരത്തിലുള്ള നീതിയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. 2 തരത്തിലെ നീതി. നമ്മുടെ ദൈവം നീതിമാൻ എന്ന് പറഞ്ഞു. ലോകത്തിലെ ആ ആ ആ ആ ആ ആ ആ മതി. ആമേൻ. അങ്ങനെ ആ ദശാംശമെന്ന് പറയുന്ന സ്തോത്രം, വഴിപാടിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് ലോകം നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, അബ്രഹാം നമ്മൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. അബ്രഹാമിന് മക്കളെ കൊടുക്കുവാൻ, ഈ കല്ലുകളിൽ നിന്ന് മക്കളെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയില്ല. ആ ദൈവത്തിൽ വിശ്വസിപ്പീൻ. അബ്രഹാമിലല്ല വിശ്വസിക്കേണ്ടത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. അതാകുന്നു ദൈവിക നീതി. കർത്താവ് എന്താ പറഞ്ഞത്? എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ വചനത്തിൽ വിശ്വസിപ്പീൻ, പിതാവിൽ വിശ്വസിപ്പീൻ. ആമേൻ. എന്നിൽ വിശ്വസിച്ചാൽ, ആമേൻ, ആമേൻ, ദൈവം നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കിയിരിക്കുകയാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിന് അനേക വാസസ്ഥലങ്ങളുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഒരുക്കുകയാണത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ 2 തരത്തിലുള്ള നീതിയെ ഇവിടെ ഞാൻ, ആമേൻ, കൊണ്ടുവരാൻ പോകണം. നീതിയെ കൊണ്ടുവരാൻ പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മത്തായി 3:11 വായിച്ചാലും ദിവസി. കൂടാലി വെച്ചിരിക്കുന്നു, ഇട്ടുകളയും. ആമേൻ. ആയതുകൊണ്ട് ഇവിടെ പറയുന്ന സകലരും ഈ വൃക്ഷങ്ങളെ, ലോകത്തിൽ ദൈവം നട്ടിരിക്കുന്ന സകല വൃക്ഷത്തിൻ്റെയും ചുവട്ടില് ദൈവം കോടാലി വെച്ചിരിക്കുകയാണ്. യോഹന്നാൻ വിളിച്ചു പറയാണ്, സകലരും, നടക്കുന്നവരും നടത്തിപ്പുകാരും നടത്തുന്നവരുടെയും ചുവട്ടില്. ആമേൻ. നമ്മൾ ഏത് വഴിയിലാണ് നടക്കുന്നത്? ലോകത്തിൻ്റെ വഴിയിലാണോ? ദൈവത്തിൻ്റെ വഴിയിലാണോ? ലോകക്കാരുടെ വഴിയിലാണോ? ലോകത്തിൻ്റെ ഇടയന്മാരുടെ വഴിയിലാണോ? ദൈവത്തിൻ്റെ ഇടയന്മാരുടെ വഴിയിലാണോ? ആരുടെ വഴിയിലായിരുന്നാലും കോടാലി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നല്ല ഫലം കായ്ക്കണമെന്നാണ് ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ നല്ല ഫലമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ നിന്ന് ദൈവം നല്ല ഫലം ഒന്നും കണ്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ആയതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നല്ല ഫലം കായ്ക്കാത്തതൊക്കെയും ദൈവം മുറിച്ചു കളയുമെന്ന് പറയാണ്, ദൈവം നശിപ്പിക്കുമെന്ന് പറയാണ്. ഹല്ലേലൂയ. ആദിയിലെ നോഹയുടെ കാലത്തില് ആമേൻ ഉള്ളവരെ മുഴുവനെ നശിപ്പിച്ചു. അടുത്ത സോതോമിനെയും ഗോമോറയെ നശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഹിരോഷിമയെ നശിപ്പിച്ചു. അടുത്ത ഗസയെ നശിപ്പിച്ചു. ആ ദൈവം പറയാണ്, ആമേൻ, മാനസാന്തരപ്പെടാത്ത സകലരെയും ദൈവം നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സകലരെയും നശിപ്പിക്കും. ദൈവത്തിന് ആരോടും മുഖപക്ഷം ഇല്ലെന്നാണ് ദൈവജനം പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് വായിച്ചാൽ ദൈവം ചെയ്യുന്നുണ്ട്. നല്ല ഫലം കായ്ക്കാത്ത ആമേൻ. സ്തോത്രം. നല്ല ഫലം കായ്ക്കുവാൻ വേണ്ടി, ആമേൻ, നല്ല ഫലം കായ്ക്കണമെന്നാണ് സകലരും. പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും ഒരിടത്ത് പിടിച്ച് തൂങ്ങിക്കിടക്കുകയല്ല. ദൈവത്തിന്റെ നീതിയെ നോക്കണം നമ്മൾ. ദൈവത്തിന്റെ നീതിയല്ല ലോകത്തിൻ്റെയും നീതി. എന്നാൽ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ മത്തായി സുവിശേഷം ഹല്ലേലൂയ 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ലോകത്തിൻ്റെ നീതികളിൽ
നമ്മൾ നീതിയിൽ തൂങ്ങിക്കിടക്കാതെ ഹല്ലേലൂയ, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ നീതിയിൽ തൂങ്ങിക്കിടക്കാതെ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നീതിയിൽ നിലനിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അത് എപ്രകാരം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം നീതിമാനാണ്, ദൈവം നീതിയെ ഇഷ്ടപ്പെടുന്നു. പ്രൈസ് ലോർഡ്. ആ നീതി തികയ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ ആമേൻ ഇഷ്ടം. പ്രൈസ് ലോർഡ്. ആമേൻ. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ വായിക്കുമ്പോൾ, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ അരികിലേക്ക് വന്നു എന്നുള്ളതാകും ദൈവവചനം. ഹല്ലേലൂയ. എന്നാൽ യോഹന്നാൻ അവനെ വിലക്കി. ആമേൻ. യേശുവിനെ വിലക്കി. ആമേൻ. യേശുവിനെ സ്നാനം കഴിപ്പിപ്പാൻ യോഹന്നാൻ മതിയവനല്ല എന്ന് യോഹന്നാൻ മനസ്സിലാക്കിയിട്ടാണ് യോഹന്നാൻ വിലക്കിയത്. ആമേൻ. എന്നാൽ യേശു അവനോട് മറുപടി പറഞ്ഞത്, ആമേൻ, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. ഹല്ലേലൂയ. അങ്ങനെ യേശു യോഹന്നാനോട് പറയുന്നിടത്ത്, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് യോഹന്നാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ യേശു ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ മറുപടി ഇതാണ്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു, എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്ന് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു എന്നാണ് തിരുവെഴുത്ത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ സകല നീതിയും. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിന്റെ നീതി മാത്രമല്ല, സ്നാനത്തിലൂടെ, ദൈവാത്മാവിലൂടെ, വിശ്വാസത്തിലൂടെ. ആമേൻ. ദൈവനീതി എന്ന് പറയുന്നത് ഹല്ലേലൂയ, പലതരത്തിലുള്ള നീതിയുണ്ട് ദൈവത്തിൽ. സ്തോത്രം. അതെല്ലാം നിവർത്തിക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എല്ലാം വിവരിപ്പാൻ നമുക്ക് സമയമില്ലല്ലോ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ദൈവത്തിൻ്റെ നീതി നമ്മൾ നിവർത്തിക്കുകയാണെങ്കിൽ, ആമേൻ, താഴോട്ടുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ ദൈവത്തിൻ്റെ, ലോകത്തിൻ്റെ നീതിയല്ല, ദൈവത്തിൻ്റെ നീതി തന്നെ നിവർത്തിക്കുകയാണെങ്കിൽ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്നത് ദൈവം നൽകുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അവകാശങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുമ്പോഴാകുന്നു. അല്ലാതെ ലോകത്തിൻ്റെ നീതി നമ്മൾ നിവർത്തിച്ചിട്ട് നിന്നാൽ ദൈവം ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ലഭിക്കുവാൻ ഇടയാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശു പിന്നെയും പറഞ്ഞത്, വചനം ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സകല നീതിയും നിവർത്തിക്കുവാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഒരുക്കമാണെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, 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 നമ്മൾ ദൈവത്തിൻ്റെ സകല നീതിയും നമ്മൾ നിവർത്തിക്കുകയാണെങ്കിൽ, ആമേൻ, ഇവിടെ പറയുന്ന, അപ്പോൾ സ്വർഗം തുറന്നു എന്നാകുന്നു. സ്വർഗം തുറന്നു. നമ്മൾ സകല നീതിയും നിവർത്തിക്കുവാൻ തയ്യാറാക്കുമ്പോൾ സ്വർഗം തുറക്കും. നമുക്ക് മുമ്പിലെ സ്വർഗം തുറക്കും. നമ്മൾക്ക് മുമ്പിൽ അടഞ്ഞു കിടന്ന സകല വഴികളും തുറക്കുവാനിടയിൽ തീരും. നമ്മുടെ മുമ്പിൽ അസ്തമിച്ചു എന്ന് പറഞ്ഞ, നമ്മുടെ മുമ്പിൽ അടയപ്പെട്ടു എന്ന് പറഞ്ഞ, നമുക്ക് മുമ്പിൽ കടന്നു പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന പലവിധമാകുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങൾ എല്ലാം മാറുവാനിടയിൽ തീരും. ദൈവം പറയുന്ന നീതി നിവർത്തിപ്പാൻ ഇടയായാൽ, ദൈവത്തിൻ്റെ നീതിയിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ, ആമേൻ, നമ്മുടെ മുമ്പിൽ ഒരു അടഞ്ഞിടക്കുന്ന ഒരു മണ്ഡലവും കാണത്തില്ല. എല്ലാ കാര്യങ്ങളും സാധ്യമായി തീരും. അസാധ്യമായത് ഒന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഒന്നാമതായി പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, അപ്പോൾ സ്വർഗം തുറന്നു എന്നാകുന്നു. ആമേൻ, ആമേൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ആമേൻ, സ്നാനം ഏൽക്കുമ്പോൾ തന്നെ, ആമേൻ, എല്ലാ മണ്ഡലങ്ങളും അവന് അടഞ്ഞു കിടക്കുന്നതൊക്കെ തുറക്കുവാനിടയിൽ തരും. ഇപ്പോൾ രണ്ടാമത് പറയുന്നത്, ദൈവാത്മാവ് പ്രാവുന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി. ദൈവാത്മാവ് രണ്ടാമത് പ്രാപിക്കുകയാണ്. അല്ലാതെ ലോകത്തിൻ്റെ നീതി നിവർത്തിച്ചിട്ട് ആകുന്നുവെങ്കിൽ, നമ്മൾ ദൈവാത്മാവ് പ്രാപിക്കത്തില്ല. നമ്മുടെ മുമ്പിൽ ഒരു വഴി തുറക്കുകയുമില്ല. നമ്മുടെ വഴികളെല്ലാം അസ്തമിച്ചിരിക്കും. ഹല്ലേലൂയ. പ്രാവുന്ന പോലെ ദൈവാത്മാവിൻ്റെ മേൽ ഇറങ്ങി, ആമേൻ, ഹല്ലേലൂയ, തൻ്റെ മേൽ വരുന്നത് കണ്ടു എന്ന് പറയുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആമേൻ. മൂന്നാമതായി പറഞ്ഞ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നീതി അങ്ങനെ നിവർത്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാകുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ദൈവം ഇഷ്ടപ്പെടുന്നവൻ, ദൈവം ഇഷ്ടം ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നാലാമത് പറഞ്ഞാൽ, ആമേൻ, ആമേൻ, ദൈവം പ്രസാദിക്കുന്നത്
ഇപ്രകാരമുള്ള നീതി നിർവഹിക്കുമ്പോഴാകുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ലോകത്തിൻ്റെ നീതിയല്ല, ലോകപ്രകാരം ഉപദേശിക്കുന്ന നീതിയല്ല, ലോകപ്രകാരം കൽപ്പിക്കുന്ന നീതിയല്ല ദൈവത്തിൻ്റെ നീതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാലാമതായി പറഞ്ഞ സ്വർഗം തുറക്കുന്ന ശബ്ദവും നമ്മൾ കേൾക്കുന്നത്. സ്വർഗം ശബ്ദവും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് അവിടെ പറയുന്നത് അങ്ങനെ സ്നാനമേറ്റ് കഴിയുമ്പോഴാണ് സകല നീതി നിവർത്തിപ്പാനുള്ള സ്നാനമേൽക്കുമ്പോൾ പറയുകയാണ് ഇങ്ങനെ നമ്മുടെ സ്വർഗത്തിൽ ശബ്ദം ഉണ്ടായി. സ്വർഗം തുറപ്പാനിടയിൽ തീർന്നു. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്നാനമേൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സ്വർഗം തുറക്കുന്നത്. നമ്മളെ അടഞ്ഞു കിടക്കുന്ന മണ്ഡലങ്ങളൊക്കെ തുറക്കുന്നത്. ഹല്ലേലൂയ. ശത്രു അടച്ച മണ്ഡലങ്ങളൊക്കെ തുറക്കുന്നത്. ഹല്ലേലൂയ. ശാസ്ത്രമായ നീതി, പരീക്ഷമായ നീതി പ്രകാരമല്ല. സകല നീതി നിവർത്തിക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ സകല നീതി നിവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സ്വർഗം തുറക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ അടഞ്ഞിടക്കുന്ന മണ്ഡലങ്ങളൊക്കെ തുറക്കുന്നത്. ശത്രു പറയുന്നത് നമ്മൾ മുൻപോട്ട് പോകത്തില്ല, വിടത്തില്ല, അധികം വിടത്തില്ല, ആയുസ്സിനെ കുറയ്ക്കും, ആരോഗ്യത്തെ കുറയ്ക്കും, രോഗിയാക്കി തീർക്കും. ഹല്ലേലൂയ. ആത്മാക്കളെ കൊല്ലും, ഹല്ലേലൂയ, നശിപ്പിക്കും എന്നാണ് ശത്രു പറയുന്നത്. എന്നാൽ മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം നാശത്തിൽ നിന്ന് അവനെ വിടുവിക്കും. ഹല്ലേലൂയ. അവൻ്റെ വഴികളെല്ലാം തുറന്നു വരും. അവൻ്റെ വഴികളെല്ലാം ഹല്ലേലൂയ തുറന്നു വരുവാനിടയിൽ തീരും. ഹല്ലേലൂയ. ദൈവം അവനെ വിശാലതയിലേക്ക് കൊണ്ടുവരേണ്ടത്. അടുത്തതായി അടഞ്ഞു കിടക്കെ തുറക്കും. അടുത്ത പറയുന്നത് അടുത്ത വായിച്ച അടുത്ത തുറന്നത് പ്രസാദിച്ചിരിക്കുന്നു ഉണ്ടായി. അടുത്തത് വായിക്കുക. അത് അല്ല അത് തന്നെ ഇവിടെ വായിച്ചുകൊണ്ടിരുന്നത് തന്നെ അവിടെ പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുകയാണ്. ആ വചനം നിർത്തി വായിച്ചാലല്ലേ അത് പറയാൻ പറ്റുള്ളത്. ഹല്ലേലൂയ. സ്വർഗം തുറക്കും. അത് പറഞ്ഞു എന്നാറേ സമ്മതിപ്പിച്ചു. ഉടനെ സ്വർഗം തുറന്നു. ഒന്നാമത് അവിടെ സ്വർഗം തുറക്കുകയാണ്. മാനസാന്തരപ്പെട്ട സ്നാനമേൽക്കുന്നവൻ്റെ പേര് സ്വർഗം തുറക്കുകയാണ്. അവൻ്റെ അടഞ്ഞ വഴികളൊക്കെ തുറക്കുകയാണ്. അടുത്തത് വായിച്ചാലും അടുത്ത വായിച്ചാലും അടുത്തത് അടുത്ത് വായിക്കുന്നത് പറയുന്നത് ദൈവാത്മാവ് അവൻ്റെ മേൽ പകരപ്പെടുകയാണ്. ദൈവാത്മാവ് ഇന്ന് പലരും കുരുടുപദേശങ്ങൾ പറഞ്ഞ് സ്നാനപ്പെടുത്തി സഭയോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ദൈവാത്മാവില്ല, ഒന്നുമില്ല. ദൈവാത്മാവിൽ സ്നാനമേൽക്കുമ്പോൾ എന്താ വായിച്ച ദേവസി? ദൈവാത്മാവ് പ്രാവെന്ന പോലെ നിന്റെ മേൽ ഇറങ്ങി വരും. അടുത്ത് വായിക്കുന്നത് ഇവൻ എൻ്റെ പുത്രൻ. അവർ അടുത്ത് പറയുന്നത് ഇവൻ എൻ്റെ അടുത്തതായി പറയുന്നത് നമ്മളൊക്കെ ഓരോരുത്തർ പ്രിയപുത്രന്മാരായി തീരാണ്. കവിയുന്ന നീതി നമ്മൾ കവിയുന്ന നീതി, സകല നീതിയും നമ്മൾ നിവർത്തിക്കാൻ തയ്യാറാവുമ്പോഴേ ഇവൻ എൻ്റെ പ്രിയപുത്രനായി തീരുകയാണ്. അടുത്ത് പറയുന്നത് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ളവനെ ദൈവം പറയണേ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവശബ്ദവും ഉണ്ടായി. ഹല്ലേലൂയ. ദൈവശബ്ദത്തെ ഓർത്ത് കർത്താവേ അങ്ങ് മഹത്വപ്പെടുത്തുക. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനെ ഓർത്ത്, അങ്ങ് ഞങ്ങളോട് ഇടപെട്ടതിനെ ഓർത്ത് പകൽക്കാലത്തിൽ ദുരാത്മാവുമാർ ദൈവാത്മാവും പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പുത്രന്മാരായി ഹല്ലേലൂയ ഉയർത്തി ജീവിപ്പാൻ ഇന്ന് പകൽക്കാലത്തിൽ നമ്മളെ കൊണ്ടുവന്നുവല്ലോ. നന്ദി പറയുന്നു അപ്പാ. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് സ്വർഗത്തിലെ ശബ്ദവും കേട്ടു. ഇന്ന് പകൽക്കാലത്തിൽ ഈ ശബ്ദം ദൈവശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം അങ്ങ് കഴിഞ്ഞ രാത്രികളിൽ കർത്താവ് അങ്ങ് അടിയനോട് സംസാരിച്ച ഈ ദൈവശബ്ദ കർത്താവേ ഇന്ന് പകൽക്കാലത്തിൽ അടിയനെ സഭയിൽ കൈമാറുവാനിടയിൽ തീർന്നു. ഈ ദൈവമക്കൾ കർത്താവേ ഈ ദൈവവചനം കേട്ട എല്ലാവരുടെ മേലിൽ നിന്നും കർത്താവേ അങ്ങ് പരിശുദ്ധാത്മാവിനെ പകരണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങ് നിറയ്ക്കണേ കർത്താവേ. അനുദിനം അവരെ ജീവിപ്പിക്കണേ കർത്താവേ. അവരെ പാപങ്ങൾ ശാപങ്ങളിൽ ഇതെല്ലാത്തിലും അവർ വിടുവിക്കണപ്പാ. കർത്താവിൻ്റെ അടിപ്പിണ സൗഖ്യം കൽപ്പിക്കണേ കർത്താവേ. ഞങ്ങൾ നീതിയുക്തമായി ജീവിപ്പാൻ കർത്താവേ, ശാസ്ത്രിമാരെ പോലെ അല്ല, പുരുഷന്മാരെ പോലെ അല്ല, അധികാരമുള്ളവരായിട്ടാവുന്നു കർത്താവ് നമ്മോട് സംസാരിച്ചത്. ഹല്ലേലൂയ.
ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതി കവിയുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ സാധ്യമല്ല. ഹാലേലൂയ. വചനത്തിന്റെ പ്രാരംഭത്തിൽ നിങ്ങൾ വായിച്ചു. ഓ ഹാലേലൂയ. ആമേൻ, ആമേൻ. നീതിമാൻ ആരുമില്ല, ആമേൻ, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആമേൻ, 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 ആമേൻ. ഹാലില. കൊള്ളരുതായ്മയുടെ കാലഘട്ടത്തിൽ, ആമേൻ, കൊള്ളരുതാത്ത ലോകത്തിൻ്റെ നടുവിൽ, ആമേൻ, ദൈവശബ്ദം കേട്ട് ദൈവജനം കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നവനെ ചേർപ്പാനാകുന്ന കർത്താവ് വരുന്നത്. ഹാലിലൂയ. ദൈവമക്കളായി തീർക്കുകയാണ്. പകൽക്കാലത്തിൽ ദയപ്പാ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച് ഇടപെട്ടുവല്ലോ, മുഴുവൻ പേരെ ഏൽപ്പിച്ചു തരികയാണ്. എല്ലാവരെയും ധന്യമാക്കിയാൽ, എല്ലാവരെയും പിടിപ്പിച്ചാൽ, എല്ലാവരെയും ഉയർത്തിയാലും, എല്ലാവരെയും രക്ഷിച്ചാലും, ഈ ലോകത്തിലും പരലോകത്തിലും അങ്ങ് ഞങ്ങളെ നിർത്തിയാലും അപ്പാ അങ്ങയുടെ പുത്രന്മാരാക്കി തീർത്തത് നന്ദി പറയുന്നു. എല്ലാവരെയും സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. മാനമകത്വം കുറിച്ച് എല്ലാം അങ്ങ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ശ്രീധരും തവ പാദമതൊന്നേ ഖേദമകറ്റി പരിപാലിപ്പതിൻ